ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ രോഗികളും കൂട്ടിരിപ്പുകാരും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ കാട് കയറി നശിക്കുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗൈനക് വിഭാഗം കെട്ടിടത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കംഫർട്ട് സ്റ്റേഷൻ പാമ്പ് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. 5 വർഷം മുൻപാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായി 8 ശുചിമുറികളുള്ള കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. പിന്നീട് കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പിന് ആരും കരാറിട്ടെടുക്കാൻ തയ്യാറാകാതെ വന്നതോടെ സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം കാഴ്ചവസ്തുവായി മാറി. നിലവിൽ ജെ ബ്ലോക്കിന് കിഴക്ക് ഭാഗത്ത് മാത്രമാണ് ഒരു പൊതു ശൗചാലയമുള്ളത്. ഇവിടെ വളരെയധികം തിരക്കുമാണ്. ഗൈനക് വിഭാഗത്തിലും സമീപത്തെ മോർച്ചറിയിലുമായി എത്തുന്ന നിരവധി പേർക്ക് ഇപ്പോൾ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ യാതൊരു സംവിധാനവുമില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോൾ പൂർത്തീകരിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ ഈ സാധനം അടഞ്ഞിടക്കുകയാണ്. തൊട്ടടുത്ത് ഗൈനക് കോളേജിൻ്റെ വലിയൊരു കെട്ടിടം സമുച്ചയം ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ ഗൈനക്കിൽ ധാരാളം പേഷ്യൻ്റ് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ ആശുപത്രി കോമ്പൗണ്ടിൽ ജനങ്ങൾക്ക് ഒരു കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കുവാനായിട്ട് അധികാരികൾ ഇതുവരെയായിട്ട് യാതൊന്നും തയ്യാറായിട്ടില്ല. കാരണം ഇവിടെ സംബന്ധിച്ചിടത്തോളം നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഗൈനക് വിഭാഗത്തിലെത്തുന്ന കൂട്ടിരിപ്പുകാരായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കംഫർട്ട് സ്റ്റേഷൻ പരിസരം നിലവിൽ കാടുകയറി വിഷപ്പാമ്പുകളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഇവിടം മാലിന്യങ്ങൾ തള്ളാനുള്ള ഇടമായി മാറി. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ദുരിതമകറ്റാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകാൻ MLA ഇടപെടണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.